അപ്പോൾ നമ്മൾ റെഡ് കളർ യാണാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 1.6 അല്ലെ 1.5-ൻ്റെയാണ് ക്രോഷ്യോ ഹുക്ക് എടുക്കേണ്ടത്, ചെറുതായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. വലുതായിട്ടാണെങ്കിൽ വലുതെടുക്കാവുന്നതാണ്. മാജിക് റിങ് കൊടുക്കുക. അടുത്തായിട്ട് 6 സിംഗിൾ ക്രോഷ്യാണ് ചെയ്യേണ്ടത്. അടുത്ത 6 സിംഗിൾ ക്രോഷ്യ. മാജിക് റിങ് ഉണ്ടാക്കുക. മാജിക് റിങ്ങിനകത്ത് 6 സിംഗിൾ ക്രോഷ്യ ചെയ്യുക. 2 3 4 5 6. ഓക്കെ, അതിനുശേഷം ഇത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഒരു ചെയിൻ ഇടുക. ഓരോ സിംഗിൾ ക്രോഷ്യക്കകത്തും 2 സിംഗിൾ ക്രോഷ്യ വെച്ച് ചെയ്ത് കൊടുക്കുക, ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഓരോ സിംഗിൾ ക്രോഷ്യക്കകത്തും 2 സിംഗിൾ ക്രോഷ്യ വെച്ചിട്ട് 12 സിംഗിൾ ക്രോഷ്യ ചെയ്യുക. സിംഗിൾ ക്രോഷ്യയുടെ ഇൻക്രീസ് ആണ്. ടോട്ടൽ 12 സിംഗിൾ ക്രോഷ്യ. അടുത്തത് ഒരു സിംഗിൾ ക്രോഷ്യ, പിന്നീട് 2 സിംഗിൾ ക്രോഷ്യ. അതിനകത്ത് ഒരു സിംഗിൾ ക്രോഷ്യ, അടുത്തതിനകത്ത് 2 സിംഗിൾ ക്രോഷ്യ. ഇനി നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. ഒരു ചെയിൻ കൊടുക്കുക. അപ്പം ഇതുപോലത്തെ ഈ ഒരു വലിപ്പമുള്ളത് നമുക്ക് ആക്ച്വലി ഒരു 3 വേണം. വലിയതാണ് ചെയ്യുന്നതെങ്കിൽ, ഇച്ചിരി വലിയ റോസ ചെയ്യുന്നെങ്കിൽ ഈ വലിപ്പത്തിൽ നമുക്ക് 3 വേണം. അത് കഴിഞ്ഞിട്ട് അടുത്ത വലിപ്പത്തിൽ, ഇതിപ്പം ഏറ്റവും ചെറിയതാണ്, ചെറിയ സൈസിലും ഒരു 3 പെറ്റിൽ. ഇനി കുറച്ചും കൂടെ വലിയതുണ്ട്, മീഡിയം, അതൊരു 3 പെറ്റിൽ, വലിയത് ഒരു 3 പെറ്റിൽ. ഇതെല്ലാം 2 ചെയ്യാം. അത് നമുക്ക് വലിപ്പം എത്ര വേണമെന്നനുസരിച്ച് കുറച്ചും കൂട്ടിയും കൊണ്ടുവരാം. ഇപ്പം ഇത് ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. ഓൾറെഡി അത് ചെറിയൊരു പെറ്റൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ബാക്കി അടുത്ത മീഡിയം പെറ്റലിലേക്കാണ് കിടക്കുന്നത്. ഇതാണ് മീഡിയം. ഇത് നമുക്ക് 3 വേണം. അപ്പം അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ. ബാക്കിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം അടുത്തതിനകത്ത് വരുമ്പോൾ, അടുത്ത റൗണ്ടാണ് ഇനി ചെയ്യുന്നത്. ആ റൗണ്ടിനകത്ത് വരുമ്പോൾ ഒരു സിംഗിൾ ക്രോഷ്യ, അടുത്തതിനകത്ത് ഒരു സിംഗിൾ ക്രോഷ്യ, മൂന്നാമത്തിനകത്ത് വരുമ്പോൾ 2 സിംഗിൾ ക്രോഷ്യ. 1 1 2 1 1 2 അങ്ങനെ പോകും. ഒരു സിംഗിൾ ക്രോഷ്യ, രണ്ടാമത്തിനകത്ത് ഒരു സിംഗിൾ ക്രോഷ്യ, മൂന്നാമത്തെ പെറ്റൽ വരുമ്പോൾ 2 സിംഗിൾ ക്രോഷ്യ. 1 1 2. അപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അടുത്തത് നമുക്ക് ഇവിടെ നമ്മൾ ജോയിൻ ചെയ്യേണ്ട സ്ഥലത്തിനകത്ത് എന്തെങ്കിലും കൺഫ്യൂഷൻ വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു മാർക്കർ വെച്ച് ചെയ്താൽ മതി. അപ്പോൾ പിന്നെ ആ ഒരു കൺഫ്യൂഷൻ വരത്തില്ല. അപ്പോൾ നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. ഇതാണ് നമ്മൾ മീഡിയം സൈസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ വലിയ സൈസാണ് ഇനി ചെയ്യേണ്ടത്. അപ്പം ഇത് ഓരോന്നും ഇങ്ങനെ ചെറുതായിരിക്കുമ്പോൾ ഒരെണ്ണം കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഈ സെയിം റൗണ്ട് ചെയ്ത് വന്നതിന് ശേഷം മീഡിയം സൈസ് ചെയ്യണം. പിന്നെ വലിയ സൈസ് വേണ്ടതിന് ഈ സെയിം സൈസ് ചെയ്തതിന് ശേഷം വലുത് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഏറ്റവും വലുതാണ് നമ്മൾ ചെയ്ത് കാണിക്കുന്നത്. അപ്പം അടുത്തത് 1 1 1 2 വരും. അപ്പോൾ ആദ്യം എല്ലാത്തിനകത്തും 2 2 2 2 വന്നു. പിന്നെ 1 2 1 2 എന്ന് വന്നു. പിന്നെ 1 1 2 1 1 2 എന്ന് വന്നു. ഇനി 1 1 1 2 എന്ന് വെച്ചാൽ 3 എണ്ണത്തിനകത്ത് ഓരോ സിംഗിൾ ക്രോഷ്യ വരും. പിന്നെ ഒരു സ്റ്റിച്ചിനകത്ത് 2 സിംഗിൾ ക്രോഷ്യ വരും. അപ്പോൾ ഇതിൽ ഒരു സിംഗിൾ ക്രോഷ്യ, ഇതിലൊരു സിംഗിൾ ക്രോഷ്യ, ഇതിലൊരു സിംഗിൾ ക്രോഷ്യ, ഇതിനകത്ത് 2 സിംഗിൾ ക്രോഷ്യ. അങ്ങനെ നമ്മൾ ഇൻക്രീസ് വരുന്നത്.
1 1 1 2. ഈ 2 ചെയ്യുന്നതിനകത്ത് ഇവിടെ നിന്നൊട്ടൊരു പ്രത്യേകതയുണ്ട്. നേരെ 2 ചെയ്യുകയല്ല, ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം ഒരു ചെയിൻ കൊടുത്തതിന് ശേഷമാണ് അടുത്ത സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നത്. അത് ഇവിടെ കാണാം, നമ്മൾ ആ ഡബിൾ ക്രോഷ്യ കൊടുത്തതിൻ്റെ ഒരു വ്യത്യാസം ഇവിടെ വരുമ്പോൾ കാണാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ആ റോസിൻ്റെ ഒരു ഷേപ്പിൽ ആ പെറ്റൽ മടങ്ങിയതുപോലെ വരും. അപ്പോൾ വീണ്ടും 1 1 1 2 ചെയ്യുമ്പോൾ സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് ഒരു ചെയിൻ എടുത്തിട്ട് വീണ്ടും സിംഗിൾ ക്രോഷ്യ 1 1 1 2 ചെയ്യുമ്പോൾ സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് ഒരു ചെയിൻ കൊടുത്ത് സിംഗിൾ ക്രോഷ്യ 1 1 1 2. ബാക്കി സിംഗിൾ ക്രോഷ്യ ചെയ്ത് തന്നെ പോവുക. ജോയിൻ ചെയ്യാം. നമുക്കിതുപോലെ ഇതളുകളുടെ വലിപ്പം കൂട്ടി കൊണ്ടുവരാം. നമുക്ക് ഏത് സൈസിലുള്ള ഒരു റോസാണ് വേണ്ടതെന്നനുസരിച്ച് നമുക്ക് വലിപ്പം കൂട്ടി കൊണ്ടുവരാം. അപ്പോൾ അതിനനുസരിച്ച് റോസിൻ്റെ സൈസ് കൂടി വരും. അപ്പോൾ അത്യാവശ്യം ചെറുതാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ഇത്രയും മതി. അപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ കട്ട് ചെയ്യാണ്. ഈ നടുക്ക് വരുന്നതും കൂടെ അപ്പോൾ നമ്മുടെ പെറ്റൽസ് റെഡിയാണ്. ഏറ്റവും ചെറുതെടുക്കുക. ഇതിൻ്റെ ആക്ച്വലി നല്ല വശം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ അത് പുറത്ത് കാണുന്നത് പോലെ ഏറ്റവും ചെറുതിന് നമ്മൾ ഇങ്ങനെ മടക്കി കൊടുക്കുക. മടക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഓരോന്നെടുത്തിട്ട് നല്ല വശം ഇങ്ങേ വശത്തോട്ട് മടക്കി കൊടുത്തിട്ട് എവിടെയാണോ ഈ ഓപ്പണിംഗ് വരുന്നത്, ഇതിൻ്റെ മുമ്പിലത്തെ പെറ്റലിന് എവിടെയാണോ ഓപ്പണിംഗ് വരുന്നത് അതിനെ പൊതിഞ്ഞു കൊണ്ടുപോവുക. ഇനിയിപ്പോൾ ഓപ്പണിംഗ് വരുന്നത് ഇവിടെയാണ്. അപ്പോൾ അടുത്തെടുത്തിട്ട് ആ ഓപ്പണിങ്ങിനെ പൊതിഞ്ഞു കൊണ്ടുപോവുക. ഇനി ഇവിടെ ഓപ്പണിംഗ് വരുന്നു. അപ്പോൾ അടുത്ത ചെറുതെടുത്തിട്ട് അതിനെ ഇങ്ങനെ കൊണ്ടുവരിക. ഈ ഓപ്പണിങ്ങിന് ഇങ്ങനെ നല്ല ടൈറ്റ് ചെയ്ത് കൊണ്ടുപോകണം. ഈ ഓപ്പണിങ് കവർ ചെയ്ത് കൊണ്ടുവന്നാൽ മാത്രം മതി. ഇതിങ്ങനെ റോസിൻ്റെ ആകൃതി കൊണ്ടുവന്നിട്ട് ഇതിങ്ങനെ റോസിൻ്റെ ഷേപ്പിൽ കിട്ടിക്കഴിയുമ്പോൾ ഇതിങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമുക്കിങ്ങനെ ഒരു കമ്പി വെച്ചിട്ട് ഇതിനകത്തേക്ക് ഇതിങ്ങനെ പൊതിഞ്ഞു കൊടുക്കാം. ചെറുത് വെച്ചിട്ട് ഇതിൻ്റെ ഈ ഓപ്പണിംഗ് വരുന്ന ഭാഗത്തേക്ക് നമുക്കിതിങ്ങനെ അടച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ നല്ല വശമാണ് എടുക്കേണ്ടത്. നല്ല വശം ഇങ്ങനെ എടുത്തിട്ട് നമുക്കിതിങ്ങനെ പൊതിഞ്ഞു കൊടുക്കാം. ഇതിങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് വേറൊരു നൂൽക്കമ്പി എടുത്തിട്ട് ഇതെല്ലാം കൂടി ഇങ്ങനെ സെക്യൂർ ആക്കി കൊടുക്കുക. എന്നിട്ട് ഇത് നല്ല ടൈറ്റായിട്ട് അങ്ങോട്ട് കെട്ടിക്കൊടുക്കുക. വിട്ടുപോകാതിരിക്കാൻ സൂക്ഷിക്കണം. ഇത് കറക്റ്റ് ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നെങ്കിൽ ഇത് ഗ്ലൂ വെച്ചിട്ട് ഇതിൻ്റെ സൈഡൊന്ന് ഏറ്റവും അടിയിലത്തെ സൈഡിൽ ഗ്ലൂ വെച്ച് കൊടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഇതിങ്ങനെ അനങ്ങാതെ നല്ല ഭംഗിക്ക് നിന്നോളും. ഇങ്ങനെ സെക്യൂർ ആക്കി വെക്കാം. ഇനി നമുക്കിവിടെ പച്ച കളറിലുള്ള നൂല് കെട്ടിക്കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ലീഫ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ റോസ് റെഡി ആയിരിക്കുകയാണ്. ഇതിന് ലീഫും കൂടെ വരുമ്പോഴാണ് ഭംഗി. ഇതിന് ലീഫ് ചെയ്യുന്ന വീഡിയോ 2 ദിവസത്തിനുള്ളിൽ അപ്ലോഡ് ചെയ്യാം. അപ്പം അതുവരേക്കും ബൈ.